ഹായ് എവ്രിവൺ, ഞാനൊരു പഴംപൊരിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണിത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 പഴം എടുത്തിട്ടുണ്ട്. അതിതുപോലെ നടുവിലൂടെ കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി വെക്കാം. ഇനി നമുക്ക് പഴംപൊരിക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ റെഡിയാക്കണം. അതിനിപ്പോൾ ഞാൻ ഈ ഒരു 240 ml കപ്പിൽ 1 കപ്പ് പച്ചരി നന്നായി കഴുകി വൃത്തിയാക്കി ഒരു 6 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് എടുക്കുന്നുണ്ട്. അതിപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. പിന്നെ നമുക്ക് വേണ്ടത് 1/2 കപ്പ് തേങ്ങ, 1/4 കപ്പ് ചോറ്, പിന്നെ ഒരു 3 ചെറിയ ഉള്ളി, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത്രയും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ അരി അരച്ചെടുത്ത് കഴിഞ്ഞു. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അരി അരച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 കപ്പ് മൈദ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദയുടെ തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പഴംപൊരിക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ പഴം ബാറ്ററിൽ മുക്കിയിട്ട് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കും. നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്, അത് ശ്രദ്ധിക്കണം. ഒരു വശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 വശവും ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പം നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതുപോലെ ബാക്കിയുള്ള പഴം കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാ പഴവും ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇത് നമ്മൾ അരിയിൽ തേങ്ങയും ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്